നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്യൂട്ടി റൊബേറോയുടെ കാര്യത്തിൽ ടെസ്റ്റ്. ബാഴ്സലോണ അദ്ദേഹത്തിന് വേണ്ടി താല്പര്യവുമായിട്ട് രംഗത്തുണ്ടെന്നൊക്കെ നേരത്തെ കേട്ടിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ലലീഗയിൽ നിന്നും മറ്റൊരു ക്ലബ്ബ് അദ്ദേഹത്തിനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്ന വാർത്ത മാർക്ക പുറത്തുവിടുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ടീം. മാർക്കയെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: അത്ലറ്റിക്കോ മാഡ്രിഡ് ആർ preparing to bid for Christian Romero to be submitted after next sales. മൊളിനെയും അതുപോലെ തന്നെ പോസിബിളി റുഗറിയെയും അവർ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുശേഷം ക്യൂട്ടി റൊമേറോക്ക് വേണ്ടി ഒരു ബിഡ് വെക്കും. ഈ ബിഡ് എന്ന് പറഞ്ഞാൽ ഇൻ്ററിൻ്റെ പ്രീവിയസ് പ്രപ്പോസലിന് തുല്യമാണ്. ഇൻ്റർ 40 മില്യൺ യൂറോയുടെ പാക്കേജാണ് സ്പേഴ്സിന് മുന്നിലേക്ക് വെച്ചിരുന്നത്. പക്ഷേ അതിൽ പ്ലെയറുടെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടില്ല. സിമിയോണിക്ക് ക്യൂട്ടി റൊമേറോയെ വേണം, മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് മാർക്കയുടെ റിപ്പോർട്ട് പരിശോധിക്കണം. അപ്പോൾ അതാണല്ലോ ഒറിജിനൽ സോഴ്സ്. ഫബ്രീസിയോയുടെ റിപ്പോർട്ടല്ല ഇത്, ഫബ്രീസിയോ അവരുദ്ധരിച്ച് പറഞ്ഞാണ്. അപ്പം മാർക്കയുടെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോസ് ഓൾ ഔട്ട് ഫോർ ക്യൂട്ടി റൊമേറോ. ക്യൂട്ടി റൊമേറോയ്ക്ക് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ ഓഫർ അറൗണ്ട് 30 മില്യൺ യൂറോയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്. പിന്നെ അവർ മറ്റ് ചില ആഡ് ഓൺസ് കൂടി അതിൽ പറയുന്നുണ്ട്. വിശദമായിട്ട് പറഞ്ഞാൽ മൊളിന അധികം വൈകാതെ ക്ലബ്ബ് വിടും. റോമ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. റുഗറിയുടെ കാര്യത്തിലും പുറത്തേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 2 സെയിലുകൾ നടന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ക്യാഷ് ആവും. അത് വെച്ചുകൊണ്ടാണ് 28-കാരനായിട്ടുള്ള അർജൻറ്റൈൻ സെൻറ്റർ ബാക്കിനെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് പോകുന്നത്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഓൾറെഡി ഫസ്റ്റ് ഓഫർ വെക്കാൻ പോകുന്നു അറൗണ്ട് 30 മില്യൺ യൂറോ. അവർക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റർ ബാക്ക് ക്യൂട്ടി റൊമേറോ ഇങ്ങോട്ടേക്ക് ലലീഗയിലേക്ക് വരാനാണ് കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി താരത്തിനു വേണ്ടി 40 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ഇൻ്റർ മിലാൻ വെച്ചിട്ടുണ്ട്. ഇൻ്റർ മിലാന് 35 മില്യൺ യൂറോ ഇനീഷ്യൽ ഓഫറും പ്ലസ് 5 മില്യൺ യൂറോയുടെ ആഡ് ഓൺസുമായിട്ട് 40 മില്യൺ യൂറോയുടെ ഓഫർ വെച്ചിട്ടുണ്ട്. ഇത് ടോട്ടൻഹാം ഹോട്ട്സ്പറും ഇൻ്റർ മിലാനും തമ്മിൽ ആ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ക്യൂട്ടി റൊമേറോ സമ്മതിച്ചില്ല. ക്യൂട്ടി റൊമേറോയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മാഡ്രിഡിൽ കളിക്കുക എന്നുള്ളതാണ്. ഇത് നേരത്തെയും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ പിന്നീട് 2029 വരെ ടോട്ടൻഹാമിൽ അദ്ദേഹത്തിൻ്റെ കരാറ് പുതുക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ ആ കരാറ് പുതുക്കിയ സമയത്ത് ഒരു അഡീഷണൽ ക്ലോസ് കൂടി വെപ്പിച്ചിട്ടുണ്ട് ആ കരാറിൽ എന്നാണ് ഇപ്പോൾ മാർക്ക് റിപ്പോർട്ട്. എന്താണെന്ന് വെച്ചാൽ ലാലിഗയിലെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകൾ വന്നാൽ അദ്ദേഹത്തിന് പോകാൻ അനുവദിക്കണം എന്നുള്ള ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകാൻ അദ്ദേഹത്തിനും താല്പര്യമുണ്ട്. സിമിലർലി ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമയോണിക്ക് കീഴിൽ കളിക്കാനും താല്പര്യമുണ്ട് എന്നുള്ള അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. താരത്തിനും കോച്ചിനും അതായത് സിമയോണിക്കും താരത്തെ തൻ്റെ ക്ലബ്ബിൽ കളിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ സംഗതി ആ ഒരു നിലയിലേക്കാണ് നീങ്ങുന്നത്. ക്യൂട്ടി റൊമേറോയെ സ്വന്തമാക്കാൻ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡ് സജ്ജമായി കഴിഞ്ഞു. അവരുടെ 2 സെയിലുകൾ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവർ ടീമിലേക്ക് എത്തിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.